കൊച്ചു കൊച്ചു പുഷ്പങ്ങൾ ചാനൽ വഴിയായി എല്ലാ കൊച്ചു കുട്ടികൾക്ക് നമസ്കാരം. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥ പറയാൻ പോകുന്നു. എന്തെന്ന് വെച്ചാൽ, ഒരു വഴിയരികിൽ ഒരു മരം നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു കൂട് ഉണ്ടായിരുന്നു. ആ കൂട്ടിൽ ഒരു കൂട്, ആ കൂട്ടിനകത്ത് ഒച്ച വയ്ക്കുന്ന കണ്ടായിരുന്നു. ആ ഒച്ചയിൽ നോക്കുമ്പം ആ കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുന്ന ഒച്ച കേട്ടു. പക്ഷേ ആ മരത്തിൽ ഒരു ഇലകളും ഇല്ലാതെ ഇരുന്നു. ആ ഇലയ്ക്കകത്ത് ഇലയേ ഇല്ല ആ മരത്തിൽ. പക്ഷേ ആ കുഞ്ഞിനെ ആ അമ്മ ആ ചിറകിന് അടിയിൽ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരുന്നു. നോക്ക്, എന്നാ കൊച്ചുകുട്ടികളെ, നമ്മുടെ അമ്മ നമ്മളെ മക്കളെയെല്ലാം നമ്മളെ എന്തുമാതിരി നോക്കി വളർത്തുന്നു. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെല്ലാം എടുത്ത് എന്തു ചെയ്യുന്നു, നമ്മളെ വളർത്തി കൊണ്ടുവരുന്നു. പക്ഷേ നമ്മൾ വളർന്ന ശേഷം അമ്മയും അപ്പനെയും ഉപേക്ഷിച്ച് വിട്ടിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ് അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. പക്ഷേ ഇതേപോലെ നമ്മൾ അമ്മയും അപ്പനെയും വയസ്സായ കാലഘട്ടത്തിൽ എന്തു ചെയ്യണം? അവരെ നല്ലതുപോലെ നോക്കണം. അതാ കൊച്ചു കുട്ടികളെ, ഇതുപോലെ നമ്മളെ ഒരാൾ നോക്കുന്നവരുണ്ട്. അത് ആരെന്നറിയാവോ? ദൈവം തമ്പുരാൻ. നമ്മൾ എന്തു ചെയ്യുന്നു? എല്ലാ കഷ്ടങ്ങളിലും ആ പുള്ളി ദൈവം നമ്മളെ കാത്തുകൊള്ളുന്നു. എന്ന കഷ്ടം വന്നാലും, എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമയോടെ ആ പുള്ളി എന്ത് ചെയ്യുന്നു? നമ്മളെ കാക്കുന്നു. ആ ദൈവത്തെയും നന്ദി പറയണം. അതുകൂടാതെ നമ്മുടെ അമ്മയും അപ്പനെയും എന്ത് ചെയ്യണം? കൊച്ചുകുട്ടികളെ, ഇന്ന് തൊട്ട് അമ്മയും അപ്പനെയും എന്ത് ചെയ്യണം? അവരെ നോക്കണം കേട്ടോ. അവർക്ക് നല്ല സ്നേഹം കൊടുക്കണം. ദൈവം നമുക്ക് എത്ര സ്നേഹം തരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വെയിലും മഴയും കൊള്ളാതെ ആ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നോക്കിക്കൊണ്ടിരുന്നു കണ്ടോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് അമ്മയപ്പനെയും സ്നേഹം കൊടുത്ത് നോക്കാവോ? അത് മാത്രമല്ല, അവർ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് ഇന്ന് തൊട്ട് നടക്കാവോ കൊച്ചുകുട്ടികളെ?